നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സേഫായിട്ടുണ്ട്. വീഡിയോ ഇടാനുള്ളൊരു മൂടൊന്നുമില്ല. ഓരോരോ അപകടം ഇങ്ങനെ കേൾക്കുമ്പോൾ പിന്നെ കുറേ ദിവസം വീഡിയോ ഇടാതെ ഇരുന്ന ചാനലിന് തന്നെ ഒരുപാട് ബാധിക്കും. അതുകൊണ്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കും. ചെറുതായിട്ടൊരു കുഞ്ഞു വീഡിയോ ആണ്. അത് ഞാൻ ചക്കക്കാലത്ത് ചക്ക ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണതാണ്. ചോളയൊക്കെ പറിച്ചതിൻ്റെ ചവണിയും കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം അങ്ങനെ പാത്രത്തിലാക്കിയിട്ട് അങ്ങോട്ട് ഫ്രീസറിൽ വെക്കുകയാണ്. അപ്പോൾ നമുക്കത് ആവശ്യമുള്ളത് എടുക്കുകയും ചെയ്യാം. ബാക്കിയുള്ളത് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് അതേപോലെ തന്നെ ഫ്രീസറിലാക്കി വെച്ചാൽ മതി. അപ്പോൾ പിന്നെ കേട് വരികയില്ല. എത്ര കാലം വേണമെങ്കിലും ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിന് മുമ്പ് ഞാൻ ചക്ക സ്റ്റോർ ചെയ്യണ വേറെ രീതിയിൽ സ്റ്റോർ ചെയ്യണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനിത് എന്നൊക്കെ ആവശ്യത്തിനുള്ള കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാൻ മറക്കരുത്. പിന്നെ ചക്ക എടുത്തതിന് ശേഷം അതിൻ്റെ ഐസ് നല്ലപോലെ പോയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ 2 പ്രാവശ്യം നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ട് വിസിലടിച്ച് വേവിച്ചിട്ടുണ്ട്. വേവിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് 2 വെച്ച് ബെല്ലിടുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ബെല്ലിടുക. അത് ചക്ക തീരെ മധുരമില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 വെച്ചിട്ടത്. ബെല്ലിട്ടതിന് ശേഷം നല്ലപോലെ ബെല്ലൊക്കെ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇത് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ബെല്ലാണ്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ടിട്ടത്. കല്ലും മണ്ണൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ചിട്ട് ഒഴിച്ചാൽ മതി. പിന്നെ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അരിപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ കട്ടില്ലാതെ കലക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ പായസം വെച്ചിട്ടുണ്ടായിരുന്നു, ചക്കപ്പായസം. അത് ഇങ്ങനെയല്ല കേട്ടോ, അത് വേറെ രീതിയിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് പെട്ടെന്നൊരു തട്ടിക്കൂട്ട്, നല്ല ടേസ്റ്റാണ് ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു നുള്ളു ഉപ്പിടുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഏലക്കായൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ് പൊടിച്ചിടുക. ഇവിടെ എൻ്റെ മക്കൾക്ക് ഏലക്കായൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല. അങ്ങനെ അതിൻ്റെ ഫ്ലേവർ കണ്ട ഇവരാരും ഒന്നും കഴിക്കില്ല. അപ്പോൾ അത് കുത്തിയിട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇടാം. പിന്നെ അതിലേക്ക് ഇനി വേറൊരു പണിയൊന്നുമില്ല. കുറച്ച് തേങ്ങ പൊടിയായി ചിരകിയതിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെ ശരീരം ചൂടാകാനൊക്കെ നല്ല മധുരമാണ്. ചക്ക എപ്പോഴും ചൂടാണല്ലോ. ചക്ക കിട്ടുന്ന കാലത്ത് നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ. ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്കിതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇത്ര നേരം വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.